മർക്കോസ് 4:4 വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. According to Mark chapter 4:4, while he was throwing the seeds, some of them fell on the path. The birds came and they ate those seeds. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും, ഈ നോയമ്പുകാല ചിന്തകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്ന ഈ ഒരു വചനം, ഈശോ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ വിതക്കാരൻ വിത്ത് വിതച്ചു, അത് നിലത്ത് വീണു. എന്നാൽ അത് വീണപ്പോൾ തന്നെ പക്ഷികൾ വന്ന് തിന്നും. ആ വിത്ത് പക്ഷികളുടെ വയറ്റിലേക്ക് പോയി. ഈശോ സ്നേഹം നിറഞ്ഞവരെയും, ഈ ഒരു മനോഹരമായ വചനത്തെ ഈ നോയമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ ഈ വചനങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഈശോ ഒരു വഞ്ചിയിൽ കയറിയിരുന്ന്, ആ വഞ്ചിയിൽ കയറിയിരുന്ന് കടൽ തീരത്തുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഈശോയാകുന്ന ആ കേന്ദ്രത്തിലേക്ക് കടൽ തീരത്ത് നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈശോയിലേക്കും ഈശോ അതുപോലെ തന്നെ എല്ലാവരെയും അഭിമുഖീകരിച്ചും അത്രയേറെ പ്രാധാന്യം നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഈശോ ഈ ഒരു വചനം പറഞ്ഞു തരിക. ഇന്ന് നമ്മൾ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ, ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒക്കെ ചെല്ലുവാണെങ്കിൽ ആ സ്റ്റേഡിയത്തിന് ചുറ്റും സെൻട്രൽ പോയിൻ്റ് ആയിക്കൊണ്ട് അതിന് ചുറ്റും സ്റ്റേഡിയത്തെ സെൻട്രൽ പോയിൻ്റ് ആക്കിക്കൊണ്ട് അതിന് ചുറ്റും നമ്മൾ ഇരിക്കുന്ന കാണികൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പോലെ എല്ലാവർക്കും, അങ്ങനെ ആ കാണികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആ കോർട്ടിൽ, ആ പ്ലേ കോർട്ടിൽ നടക്കുന്ന കളികൾ കാണാൻ പറ്റുന്ന പോലെ അന്ന് ഈശോ ആ വഞ്ചിയിലിരുന്നപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഒരേപോലെ ഒരേ സന്ദർഭത്തിൽ ഒരേ ദിശയിൽ ഈശോയെ കാണുവാനായിട്ടും അതുപോലെ ഈശോയ്ക്കും അവരോട് അഭിമുഖീകരിക്കുവാനും അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഇരുന്നു കൊണ്ട് ഈശോ ഇത്ര പ്രാധാന്യം നിറഞ്ഞ ഒരു വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോ ഇന്ന് 2000 വർഷങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അന്നും ഇന്നും എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തുല്യമുള്ളതാണെന്ന് വിശ്വസിക്കുക. ഈശോ പറഞ്ഞു തരികയാണ്, ഒരു വിത്ത് വിതച്ചാൽ അത് 4 തരത്തിലേ നടക്കത്തേയുള്ളൂ. 1, അത് വിത്തുകൾ പക്ഷികൾ തിന്നുപോകും. 2, ആ വിത്തുകൾ പാറപ്പുറത്ത് വീണു പോകും. 3, ആ വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു പോകും. 4, ആ വിത്തുകൾ നല്ല മണ്ണിൽ വീഴും. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മർക്കോസ് 4:4 പക്ഷികൾ വന്ന് ആ വിത്ത് തിന്നു പോകുന്നു. ഇന്ന് നമ്മൾ ഈ സമൂഹത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനോഹരമായ വചനങ്ങളൊക്കെ മനുഷ്യന് വേണ്ടി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏത് അവസ്ഥയിലാണ്? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളാകുന്ന മനുഷ്യർ, നമ്മുടെ ഉള്ളിൽ വീണ് കിടക്കുന്ന വിത്തുകളാകുന്ന വചനങ്ങൾ എങ്ങനെയാണ് നമ്മളത് സാധാരണ നശിപ്പിച്ചു കളയുകയാണോ, അതോ ഈ പാറപ്പുറത്ത് വീണതുപോലെയാണോ, അതോ വഴിയരികിൽ വീണതുപോലെയാണോ, മുള്ളുകൾക്കിടയിൽ വീണതുപോലെയാണോ എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഈ നോയമ്പ് കാലത്ത് ഈ ഒരു വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. ഈശോ പറഞ്ഞു തരികയാണ്, വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ നിന്ന് വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കടക്കുന്ന വചനങ്ങൾ മാമോദീസായിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെയൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഏതൊരവസ്ഥയിലാണ് നമ്മളും നമ്മുടെ പൂർവികരും നമുക്ക് വരാൻ പോകുന്ന അടുത്ത തലമുറയുമൊക്കെ എങ്ങനെയായിത്തീരും, എന്തായിത്തീരും? സാത്താനാൽ ആകർഷിക്കപ്പെട്ടവരാണോ? സാത്താൻ നമ്മുടെ വചനങ്ങളെ, നമ്മളാകുന്ന നമ്മുടെ ചിന്തകളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മജ്ജകളെ, മാംസങ്ങളൊക്കെ അവയ്ക്ക് പ്രേരിതമായിട്ടാണോ ജീവിക്കുക, അതോ ഈശോ തന്നിരിക്കുന്ന വചനങ്ങൾക്കനുസരിച്ചാണോ ജീവിക്കുക? ഈ നോയമ്പ് കാലത്ത് ആ ഒരു മേഖലയൊക്കെ ഒന്ന് ആലോചിച്ച്, ഒന്ന് അനുദപിച്ച്, പശ്ചാത്തപിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ ഒന്ന് കുമ്പസാരിക്കുവാനും ഒരുങ്ങുവാനും ഒന്ന് തിരിച്ചു വരുവാനും, കഴിഞ്ഞ കാലങ്ങളെല്ലാം മറന്നുപേക്ഷിച്ച് ഒന്ന് തിരിച്ചു വന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് ചിന്തിക്കാം. നല്ല വിത്തുകളാണ് ഈശോ വിതച്ചത്. പക്ഷെ നമ്മളിൽ അത് നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയുവാനായിട്ട് ഒരു അവസരമായി ഈ നോയമ്പിനെ നമുക്ക് കാണാം. ആമേൻ. യേശു